നമസ്കാരം, ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് നമ്മൾ ടെന്നീസ് എൽബോ, കൈ മുട്ടിൽ വരുന്ന ഒരു വേദന, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോയിൻറ്റും വരാനുള്ള കാരണങ്ങളും അതിനെക്കുറിച്ച് അവിടെ പറയുന്നത്. ഓക്കെ, കൈമുട്ട് വേദന, ആ ടെന്നീസ് എൽബോ എന്നുള്ള ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം വരുന്നുണ്ട്. അധികവും ടെന്നീസ് കളിക്കാർ, പിന്നെ ക്രിക്കറ്റ് കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എടുത്തുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ട് നടത്തുന്നില്ലേ, പിന്നെ അവർക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ്. പിന്നെ കിച്ചണിൽ ചെറിയ ചെറിയ ജോലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നു കൈകൊണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് അക്യുപ്രഷർ കൊടുത്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഉറപ്പായിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കേസാണ്. ഉറപ്പായിട്ട് പറ്റും. പലരോടും ചോദിക്കാറുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്നതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ കപ്പിങ്ങും ചെയ്തോളൂ, പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രഷർ പോയിൻ്റ് നമ്മൾ പറയുന്നത് 4 പ്രഷർ പോയിൻ്റ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഈ വര അവസാനിക്കുന്നില്ലേ, ഇത് 2 കൈയിലുള്ളതാണ്, ബൈലാറ്ററൽ പോയിൻ്റാണ്. ഏത് കൈക്കാണ് വരുന്നത് ആ കൈക്കാണ് കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത്. മറ്റേ കൈയും കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ വര, ഈ കട്ടിങ് അവസാനിക്കുന്ന ഭാഗത്തൊരു പോയിൻ്റ്. ഓക്കെ, ഇനി ഈ പോയിന്റിൽ നിന്നും നമ്മുടെ കൈയുടെ ഇതുണ്ട തള്ളവിരലിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ സൈഡും അല്ല, ഈ അക സൈഡും അല്ല, ഈ 2 സൈഡും അല്ല, സെൻട്രലായിട്ട് വരും. കണ്ട ഈ ഒരു ബേസ്, തള്ളവിരലിൻ്റെ ബേസ് ഒരു കുഴിയായിട്ട് കിട്ടുമാണ്. ഇതും ഈ പറഞ്ഞ പോയിൻറ്റുമാണ് ഇതിൻ്റെ ഒരു ചാനൽ. ഇതാണ്. ഓക്കെ, ഇത് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ചാനൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ട, ഏരിയ മാറിപ്പോകാൻ വേണ്ടി പറഞ്ഞ അടുത്ത 2 പോയിൻ്റ് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനുള്ള വേണ്ടിയാണ് അങ്ങനെ ഒരു ഏരിയ ഞാൻ പറഞ്ഞത്. ഈ ഒരു ലൈൻ കണ്ടോ, ഒരു ലൈൻ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഒന്നാമത്തെ പോയിൻ്റ് ഇത്, ഇവിടെ നമ്മളിങ്ങനെ പ്രഷർ കൊടുക്കുക, ഒരു 30 പ്രാവശ്യം ഇങ്ങനെ പൾസ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അമർത്തി പിടിക്കുക, വിടുക, അങ്ങനെ 30 പ്രാവശ്യം കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഇങ്ങനെ സർക്കുലേഷൻ മോഷൻ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും കൊടുക്കുക. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അടുത്ത പോയിൻ്റ് വരുന്നത് അവിടെ നിന്ന് നമ്മുടെ 2 വിരൽ കണ്ട, 2 വിരൽപ്പാട് താഴെയായിട്ട്, 2 വിരൽപ്പാട് താഴെയായിട്ട് ഇവിടെ വരും. കണ്ട, ഇവിടെ പിടിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് വേദന അനുഭവപ്പെടും, ചെറിയൊരു ടെൻഡർനെസ് മാതിരി ഫീൽ ചെയ്യും. അവിടെ ഒരു പോയിൻ്റ്. അടുത്ത പോയിൻ്റ് വരുന്നത് ഇവിടെ നിന്ന് വീണ്ടും 2 വിരൽ താഴേക്ക്. ഇത് മസിലിൻ്റെയും എല്ലിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ചാനൽ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അറിയാൻ വേണ്ടിയാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, ഈ ബേസിൻ്റെ അവിടെ നിന്ന്, നമ്മളെ ഈ ബേസിൻ്റെ അവിടെ നിന്ന് നേരെ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. 1, 2, 3. ഈ പോയിൻ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് 2 വിരൽ, വീണ്ടും 2 വിരൽ താഴെ. അപ്പോൾ ഈ 3 പോയിൻ്റായി. അടുത്ത പോയിൻ്റ് വരുന്നത് ഇത് മിക്കവർക്കും എല്ലാവർക്കും അറിയാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പെയിൻ കില്ലറാണ്, സെഡേഷൻ പോയിൻ്റ്. അത് തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ആ ജോയിൻ്റ് അവസാനിക്കുന്ന ഭാഗത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് കണ്ടോ, നമ്മുടെ ഈ പോയിൻ്റില്ലേ, നമ്മുടെ ഈ തള്ളവിരലിൻ്റെ ഫസ്റ്റ് ക്രീസ് കണ്ടില്ലേ, കട്ടിങ്. ഈ കട്ടിങ് ഇതിനോട് ചേർക്കുക, ഈ ഭാഗത്തോട് ചേർത്ത് വെക്കുക കട്ടിങ്. അപ്പോൾ ഈ വിരൽ അവസാനിക്കുന്ന ഭാഗം എവിടെയാണ്, ഇതങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് ഈ കട്ടിങ് എവിടെ വെച്ചു, ഈ വിരൽ അവസാനിക്കുന്ന ഭാഗം ഇവിടെ വരും, അവിടെയാണ് പ്രഷർ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 4 പോയിൻ്റായി. ഈ 4 പോയിൻ്റ് നല്ല രീതിയിൽ ദിവസം 2, 3, 4 പ്രാവശ്യമായിട്ട് 30 പ്രാവശ്യം വീതം ഒന്ന് പൾസ് കൊടുക്കുകയോ അല്ലെങ്കിൽ മസാജ് കൊടുക്കുകയോ അല്ലെങ്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ വിടുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെന്നീസ് എൽബോ വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് നിങ്ങൾ ചെയ്തു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. ഓക്കെ.